പാലത്തായി പോക്സോ കേസിലെ പ്രതി കെ പത്മരാജന്റെ ജാമ്യവും വർഗീയ വിഷം ചീറ്റിയ ടി മോഹൻദാസിന് ലഭിച്ച ആശ്വാസവും വെറുമൊരു യാദൃച്ഛിക നിയമ നടപടിയല്ല, മറിച്ച് ഭരണകൂടവും UDFും RSSുമായി ചേർന്ന് നടപ്പിലാക്കിയ കൃത്യമായ രാഷ്ട്രീയ കച്ചവടത്തിന്റെ പച്ചയായ തെളിവാണ്. തിരഞ്ഞെടുപ്പിൽ ജയിക്കാനും അധികാരം നിലനിർത്താനും വർഗീയ ശക്തികളുടെ പാദസേവ ചെയ്യുന്ന നിലപാടാണ് ഇവിടെ പൂർണ്ണമായും പുറത്തു വന്നിരിക്കുന്നത്. 3 മാസത്തിനിടെ RSS തങ്ങൾക്ക് നൽകിയ തിരഞ്ഞെടുപ്പ് വിജയത്തിനുള്ള പ്രത്യുപകാരമായിട്ടാണ് ഈ 2 കേസുകളിലും RSS പ്രമുഖർക്ക് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കി നന്ദി കാണിച്ചിരിക്കുന്നത്. കേസിന്റെ ആദ്യഘട്ടത്തിൽ അതിജീവിതയായ 10 വയസ്സുകാരിക്ക് നീതി ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് കുട്ടിക്കൊപ്പം നിലയുറപ്പിച്ച മുസ്ലിം ലീഗ് നേതാക്കൾ ഇപ്പോൾ പൂർണ്ണമായും മൗനത്തിലാണ്. അന്ന് KK ശൈലജയ്ക്കെതിരെ വാതോരാതെ അമ്പെയ്ത ഫാത്തിമ തഹ്ലിയ ഇന്ന് MLA ആയി മാറുകയും അന്ന് യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്ന KM ഷാജി ഇന്ന് മന്ത്രിസ്ഥാനത്തെത്തുകയും MSF പ്രസിഡന്റ് ആയിരുന്ന PK നവാസ് ഇന്ന് MLA ആവുകയും ചെയ്തപ്പോൾ ഇവർക്കെല്ലാം അന്നത്തെ പ്രക്ഷോഭ വീര്യവും ഇരയോടുള്ള സഹതാപവും പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. അധികാര കസേരകൾ ലഭിച്ചതോടെ കുട്ടിയുടെ നീതിക്കായുള്ള പോരാട്ടത്തെ പൂർണ്ണമായും കൈയൊഴുകിയാണ് ഇവർ ചെയ്തത്. 87 മാസങ്ങൾക്ക് മുൻപ് ശിക്ഷ വിധിച്ച കേസിൽ ഇപ്പോൾ പ്രതിക്ക് ജാമ്യം ലഭിച്ചതിനും ഇതിനെതിരെ ഗൗരവകരമായിട്ടുള്ള നിയമ പോരാട്ടം പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തതിനും പിന്നിൽ ഭരണകൂടവും RSSും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ഒരു 10 വയസ്സുകാരിയുടെ ജീവിതം തകർത്ത പോക്സോ കേസ് പ്രതിക്ക് ജാമ്യം ലഭിക്കാതിരിക്കാൻ വഴിയൊരുക്കുക വഴി നീതിന്യായ വ്യവസ്ഥയെയും ഇരയെയുമാണ് ഇവർ ഒറ്റുകൊടുത്തിരിക്കുന്നത്. വർഗീയ പരാമർശങ്ങൾ നടത്തിയ ടി മോഹൻദാസിന് നിയമത്തിന്റെ പിടിയിൽ നിന്ന് ഇളവ് ഉറപ്പാക്കിയതും ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന് ആക്കം കൂട്ടാൻ വേണ്ടി മാത്രമാണ്. വോട്ട് ബാങ്കിനും ഭരണപരമായിട്ടുള്ള നേട്ടങ്ങൾക്കും വേണ്ടി RSS അജണ്ടയ്ക്ക് മുന്നിൽ മുട്ടുമടക്കിയ ഭരണകൂടവും UDF നേതാക്കളും തങ്ങളുടെ സ്വാർത്ഥ രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും തരം താഴുമെന്നും നീതിയും ധർമ്മവും RSSന് മുന്നിൽ പണയം വെക്കുമെന്നും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്.